പ്രഗ്നൻസി ടൈമിൽ മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പല മിഥ്യാധാരണകളും ഉണ്ട്. പപ്പായനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളിനെ കുറിച്ചും ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ പല മിഥ്യാധാരണകളും ഉണ്ട്. സോ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണം, കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്കവരുടെയും ഒരു മിഥ്യാധാരണയാണ് നമ്മൾ പൈനാപ്പിൾ, പപ്പായ എന്നിവയൊന്നും നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുവാൻ പാടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് പൈനാപ്പിൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, പൈനാപ്പിൾ ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ യൂട്രൈൻ കോൺട്രാക്ഷൻ കൂട്ടുകയും സെർവിക്സ് സോഫ്റ്റ് ആവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. കുറഞ്ഞ അളവിൽ നമ്മളൊരു പഴുത്ത പൈനാപ്പിൾ കഴിച്ചത് കൊണ്ടോ നമുക്ക് ആ ഒരു യൂട്രൈൻ കോൺട്രാക്ഷനോ അല്ലെങ്കിൽ സെർവിസ് സോഫ്റ്റ് ആവുന്ന ഒരു കണ്ടീഷനോ നമുക്ക് വരുന്നത് ചാൻസസ് വളരെയധികം കുറവാണ്. സയന്റിഫിക്കലി എവിടെയും ഈ ഒരു കാര്യം പ്രൂവൺ ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ കാര്യത്തിലാണെങ്കിൽ പപ്പായയിലും ഒരു പപ്പായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് പച്ച പപ്പായയിലാണ് ഇത് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പപ്പായ കഴിക്കുമ്പോൾ സാധാരണയായിട്ട് ഒന്നെങ്കിൽ വേവിച്ചിട്ടോ അല്ലെങ്കിൽ പഴുത്ത പപ്പായയാണ് കഴിക്കുന്നത്. സോ അതിലൊന്നും നമുക്ക് ഈ ഒരു എൻസൈമിന്റെ അളവ് നമുക്ക് അധികമായിട്ട് ലഭിക്കില്ല. അത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ അളവിലേ നമ്മൾ കഴിക്കാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പഴുത്ത പപ്പായയും അതുപോലെ തന്നെ പഴുത്ത പൈനാപ്പിൾ കഴിച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ അബോർഷന് പ്രോബ്ലംസ് ഒന്നും വരുവാനുള്ള ചാൻസസ് എവിടെയും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു അബോർഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസിന് പകരം ഈ പപ്പായയോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൈനാപ്പിളോ യൂസ് ചെയ്താൽ മതി. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പപ്പായയും പൈനാപ്പിളും പഴുത്തത് നമുക്ക് കുറഞ്ഞ അളവിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പപ്പായയിലൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഫോളിക് ആസിഡും ആന്റി ഓക്സിഡൻസും വിറ്റമിൻ സി ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ മിതമായിട്ടുള്ള അളവിൽ നമ്മൾ പപ്പായയൊക്കെ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഡേറ്റ്സ്, ഈന്തപ്പഴം കഴിച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ മിസ്കാരേജ് ആവോ അല്ലെങ്കിൽ ഡെലിവറി നേരത്തെ ആവോ എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ഈന്തപ്പഴം നമ്മൾ അധികമായിട്ട് കഴിച്ചാൽ നമുക്ക് ചെറിയ അളവിൽ ഒരു യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് പ്രഗ്നൻസി നമ്മൾ പോസിറ്റീവ് ആകുന്നത് മുതൽ തന്നെ നമുക്ക് ഈന്തപ്പഴം കഴിക്കുന്ന വളരെയധികം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന് വളരെയധികം നല്ലതാണ്. ബർത്ത് ഡിഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അനീമിയ, വളർച്ചയുടെ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. മലബന്ധം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ ധാരാളമായിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ ഇത് കഴിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. മറ്റൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഈ ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധത്തിന്റെ പ്രോബ്ലംസ് വരുമെന്നുള്ളത്. ഡേറ്റ്സിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ മലബന്ധത്തിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഡേറ്റ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. മലബന്ധം ഉള്ളവർ നമ്മൾ എപ്പോഴും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റു ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മലബന്ധത്തിന്റെ പ്രോബ്ലംസ് വരുവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ വെയിറ്റ് നമുക്ക് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു വളരുന്നതിനൊപ്പം നമ്മുടെ യൂട്രസ് വളരുകയും നമ്മുടെ റെക്ടൽ ഭാഗത്ത് നമുക്ക് ആ ഒരു പ്രഷർ പോകുന്നത് മൂലം നമുക്ക് ഈ ഒരു മലബന്ധത്തിന്റെ ഇഷ്യൂസ് വരുന്നതാണ്. മലബന്ധം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നല്ല വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് കൂടുതൽ നമ്മുടെ മലം കട്ടിയാവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ പൈൽസിന്റെ പ്രോബ്ലംസും ഫിഷറിന്റെ പ്രോബ്ലംസും ഒക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്നത് വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളവും കുടിക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമുക്ക് എല്ലാ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ എക്സസൈസും ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കഴിക്കാൻ പാടില്ലാത്ത മറ്റ് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ അധികം തിളപ്പിക്കാത്ത പാല് കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച പാല് മാത്രമേ നമ്മൾ കുടിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അധികം വേവിക്കാത്ത മുട്ടയൊന്നും നമ്മൾ കഴിക്കുവാൻ പാടില്ല. മുട്ടയൊക്കെ കഴിക്കുമ്പോൾ നല്ല രീതിയിൽ വേവിച്ച മുട്ട നമ്മൾ കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുക. കാരണം ഇങ്ങനത്തെ വേവിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പല ഇൻഫെക്ഷൻസ് വരുവാനും മിസ്കാരേജ് പോലെ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. നന്നായി കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ അമിതമായിട്ട് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അത് ലഘൂകരിക്കുക. നമ്മൾ മിതമായിട്ടുള്ള അളവിൽ നമ്മൾ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ നമ്മൾ കുടിക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അധികമായിട്ട് കുടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജങ്ക് ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അധികം പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അധികം ഉപ്പടങ്ങിയ പാക്കറ്റ് ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. എണ്ണയിൽ വറുത്തു പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഹാബിറ്റ്, ആൽക്കഹോൾ ഹാബിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നിർത്തേണ്ടതാണ്. ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം തേടിയതിനു ശേഷം മാത്രമേ നമ്മൾ അധികമായിട്ട് ഗ്രീൻ ടീ ഒക്കെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കുടിക്കുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കണം. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെ ഭക്ഷണമൊക്കെ കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വിശപ്പിനനുസരിച്ചുള്ള ഭക്ഷണം മാത്രം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അധികമായിട്ട് ചോറ് കഴിച്ചത് കൊണ്ട് നമുക്ക് ന്യൂട്രിയൻസ് നമുക്ക് അധികമായിട്ട് ലഭിക്കണമെന്നില്ല. ചോറ് മിതമാക്കിയിട്ട് നമ്മൾ പച്ചക്കറികളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുക. നമ്മൾ കൂടുതൽ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്കും കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കുട്ടിയുടെ വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്നതാണ്. കൂടുതൽ നമ്മൾ വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കഴിക്കേണ്ടത്. ചോറ് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം വെക്കും എന്നുള്ളതല്ലാതെ നമുക്ക് അതിൽ നിന്നും അത്ര ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണമെന്നില്ല. ചോറ് ഒരു മിതമാക്കിയിട്ട് ബാക്കി കറികളും പച്ചക്കറികളും സാലഡ്സുകളും ഒക്കെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ നമുക്ക് ഇറച്ചി കഴിക്കാം, മീൻ കഴിക്കാം, മുട്ട കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കഴിക്കാം. അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതാണ്. മീനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാത്തരം ചെറിയ മീനുകളും നമുക്ക് കഴിക്കാവുന്നതാണ്. അധികം വലിയ മീനുകൾ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം വലിയ മീനിലൊക്കെ മെർക്കുറിയുടെ അളവ് ധാരാളമായിട്ടുണ്ട്. സോ അത് നമുക്ക് ചില സമയത്ത് പല ഇൻഫെക്ഷൻസ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടതാണ്. ഇറച്ചിയൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായി വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കേണ്ടതാണ്. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ സാലഡ് ഒക്കെ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നമുക്ക് നന്നായി വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ സാലഡ്, വെജിറ്റബിൾ സാലഡ്സോ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ഒന്ന് ജസ്റ്റ് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടോ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സാലഡ്സ് കഴിക്കാവുന്നതാണ്. മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ഇതിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രഗ്നന്റ് ആയവർക്ക് നമ്മൾ അവരെ കാണാൻ പോകുമ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് കുറേ സ്വീറ്റ്സും ലഡുവും ജിലേബിയും കുറേ മധുര പലഹാരങ്ങളും എണ്ണയിൽ വറുത്തു പൊരിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. നട്ട്സുകൾ കൊടുക്കുക, ഡ്രൈ ഫ്രൂട്ട്സുകൾ കൊടുക്കുക, അല്ലാതെ മറ്റു പഴവർഗ്ഗങ്ങൾ കൊടുക്കുക. അങ്ങനത്തെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനത്തെ മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് കഴിക്കുവാനുള്ള ക്രേവിങ്സ് വളരെയധികം കൂടുതലായിരിക്കും. കുറേ അധികം സ്വീറ്റ്സ് കഴിക്കുന്നത് നമുക്ക് അവർക്ക് വണ്ണം വെക്കുന്നതല്ലാതെ നമുക്ക് ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്കോ അത് യാതൊരു തര സഹായവും ചെയ്യുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഗ്നൻസി ടൈമിൽ അധികം വണ്ണം വെക്കാനായിട്ട് കുറേ ചോറും അല്ലെങ്കിൽ കുറേ എണ്ണയിൽ വറുത്ത് പൊരിച്ച സംഭവങ്ങളൊന്നും കഴിക്കേണ്ട. ലഘുവായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മിക്ക ഇടവേളകളിൽ കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു 11 മണിക്ക് ഒരു മിഡ് മീലായിട്ട്, ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരങ്ങളിൽ, പിന്നെ രാത്രിയിൽ, അങ്ങനെ 4-5 നേരമായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഇടവിട്ട് നമ്മൾ കഴിക്കുക. നമുക്ക് എല്ലാ പച്ചക്കറികളും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇലക്കറികൾ ഉൾപ്പെടുത്താവുന്നതാണ്. മിക്ക പച്ചക്കറികളും വെണ്ടയ്ക്കയാണെങ്കിലും അതുപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. നമുക്ക് ഫോളിക് ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ബ്രോക്കോളി, അതുപോലെ തന്നെ ബ്രോക്കോളിയിലും ഇലക്കറികളിലും പയറുവർഗ്ഗങ്ങളിലും ഇറച്ചിയുടെയൊക്കെ കരളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരക്കിഴങ്ങില്, അതുപോലെ തന്നെ ബ്രോക്കോളി, പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ എല്ലാത്തരം നട്ട്സിലും സീഡ്സിലും ഒക്കെ നമുക്ക് ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയിലും നമ്മുടെ ഏത്തപ്പഴത്തിലും അതുപോലെ തന്നെ നമ്മുടെ പപ്പായയിലും ഒക്കെ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിലും ഒക്കെ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. മറ്റ് ജങ്ക് ഫുഡുകളും ഓവറായിട്ടുള്ള ഓയിലി ഫുഡും സ്വീറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ
പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഫസ്റ്റ് 3 months പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകളോ ചെറുതായിട്ട് കുറച്ചു നേരം നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. പ്രഗ്നന്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകളോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുക, അധികം സ്ട്രെസ് എടുക്കാതെ നോക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ മെന്റലിയും ഫിസിക്കലിയും നമ്മൾ പ്രിപ്പയർ ആവുക. സോ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചുമുള്ള ഈ ഒരു ചെറിയൊരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.